നാളെ വിനായക ചതുർത്ഥിയാണ്. അതായത് എല്ലാ മാസത്തിലും വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥിയെയാണ് നമ്മൾ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടി നാളെ ചെയ്യേണ്ടുന്ന കാര്യം, നാളെ ഉച്ചയ്ക്ക് 11:01 വരെയാണ് ചതുർത്ഥി തിഥിയുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് രാവിലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ അത് നന്നായിട്ട് തുടച്ച് ഭഗവാന് മുൻപിൽ വെളിച്ചെണ്ണ കൊണ്ടൊരു ദീപം കൊളുത്തി വെച്ച് ചുമന്ന കളറിലെ ഒരു പുഷ്പം ഭഗവാന് സമർപ്പിക്കുക. ചെമ്പരത്തി പൂവാണ് ഏറ്റവും ഉത്തമം. അതിനുശേഷം ഭഗവാന്റെ നെറ്റിയിൽ കുങ്കുമം കൊണ്ട് ഒരു പൊട്ടു തൊടുക. പൊട്ടു തൊട്ടിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം എന്താണോ, മാറിപ്പോവേണ്ടുന്ന തടസ്സം എന്താണോ അത് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഓം ഗം ഗണപതയേ നമഃ എന്നുള്ള മന്ത്രം 108 തവണ ജപിക്കുക. ജപശേഷം വീണ്ടും ആഗ്രഹം ഭഗവാനോട് പറയാവുന്നതാണ്. അതിനുശേഷം ഭഗവാന് നിവേദ്യമായി അവലും ശർക്കരയോ അതേപോലെ തേങ്ങ ഉടച്ചതോ പഴമോ കൊഴുക്കട്ട ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതോ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കറുകപ്പുല്ലുമാലയോ അല്ലെങ്കിൽ തേങ്ങായോ ഉടയ്ക്കേണ്ടതാണ്. ഈ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ നമുക്ക് സാധിച്ചു തരുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിലോട്ട് പ്രോസ്പെരിറ്റി, അതായത് ഐശ്വര്യമുണ്ടാവാൻ നാളത്തെ ദിവസം ഒരു ഗ്ലാസ്സിൽ നമ്മൾ ജലമെടുക്കുക. അതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയിട്ട് നന്നായി മിക്സാക്കിയ ശേഷം വീട് മുഴുവൻ അത് ഓം ഗം ഗണപതിയെ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലി തളിക്കുന്നത് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി പോസിറ്റിവിറ്റിയെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. നാളെ പഞ്ചമിയാണ്. വാരാഹിയമ്മയ്ക്ക് ചൊല്ലി സമർപ്പിക്കേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും കണ്ടു നോക്കൂ.